PCOD റിവേഴ്സ് ചെയ്യാനുള്ള കുറച്ച് സിമ്പിൾ ടെക്നിക്സ് നോക്കിയാലോ. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ PCOD നിങ്ങൾക്ക് ഈസിയായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. PCOD എന്ന് പറയുന്നത് ഒട്ടുമിക്ക ലേഡീസിലും കണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് പലപ്പോഴും ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്, മുഖക്കുരു ഉണ്ടാവാറുണ്ട്, വെയിറ്റ് കൂടാറുണ്ട്, പീരീഡ്സിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകുവശത്ത് അല്ലെങ്കിൽ ശരീരത്തിലായിട്ടൊക്കെ പിഗ്മെൻറ്റേഷൻസ് വരാറുണ്ട്, ഡൾനെസ്, സ്കിന്ന് മൊത്തം ഡള്ളായ പോലെ ഉണ്ടാവാറുണ്ട്, ഭയങ്കര ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, എപ്പോഴും ക്ഷീണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, കോൺസെൻട്രേഷൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ട്, വെയിറ്റ് കൂടാറുണ്ട്, ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട് തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് PCOD ആണെങ്കിൽ നമുക്കത് ഈസിയായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതിലാദ്യത്തേന്ന് പറയുന്നത് 150 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന വർക്കൗട്ടുകൾ ആദ്യം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം, തുടക്കത്തിൽ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊന്നും ചെയ്യാതെ തന്നെ തുടക്കത്തിൽ കുറച്ച് കാർഡിയോ ആണ് ചെയ്യേണ്ടത്. നമ്മൾ കാർഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് വരും. അപ്പോൾ കാർഡിയോ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ നമുക്ക് ചെയ്യാനുള്ള ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകൾ ചെയ്യുക. അതുപോലെ സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് വർക്കൗട്ടുകൾ എന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കുന്ന തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. ഇതൊക്കെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വെയിറ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വെയിറ്റ് എടുക്കാം. ഡമ്പൽ മേടിക്കണമെങ്കിൽ നമുക്കൊരു 1 kg അല്ലെങ്കിൽ 2 kg ഒക്കെ ഡമ്പൽസ് മേടിക്കാൻ പറ്റും. അതല്ല എന്താണോ 2 വെയിറ്റ് ഒരേപോലെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ബ്രിസ്ക് വാക്കിംഗ് ആണ്. നടക്കുന്നതെങ്കിലും സ്പീഡിൽ നടക്കാം, പതുക്കെ ഓടി തുടങ്ങുക, സ്റ്റെപ്പ് കയറി തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ജമ്പിങ് ഹാക്സ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ തന്നെ നമുക്ക് സ്ക്വാട്ടിങ് വീട്ടിലിരുന്ന് ചെയ്യുക എന്നുള്ളത്. ഇതെന്തൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 150 മിനിറ്റ് നിർബന്ധമായിട്ട് ഒരാഴ്ചയിൽ ചെയ്തിരിക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിക്കുന്നത് ഈറ്റ് ഹെൽത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാവും. ആവശ്യമില്ലാത്ത കുറേ ഭക്ഷണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കണതുള്ളത്. അതും ആദ്യം ഒഴിവാക്കേണ്ടതാണ്. മധുരം അമിതമായിട്ട് കഴിക്കുന്ന ടെൻഡൻസി അത് ഒഴിവാക്കുക. കൂടുതലാണ് മധുരപലഹാരങ്ങൾ, സ്വീറ്റ്സ് കഴിക്കുക, ബേക്കറി ഐറ്റംസ് കഴിക്കുക എന്നുള്ളത്. ഇതേപോലെയുള്ളത് കാര്യം കേക്കൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. ഇത് നമുക്ക് PCOD ഉള്ളത് PCOS പോലെയുള്ള കണ്ടീഷനിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്കോ അല്ലെങ്കിൽ ചില ആളുകൾ അത് മാറാതിരിക്കാനോ ഉള്ള ചാൻസ് ഉണ്ടായേക്കാം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇനി ഭക്ഷണം കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ടിൽ നമ്മൾ കാർബ് എടുക്കുക, അത് അന്നജം. നമ്മൾ എടുക്കുന്നത് അരിഭക്ഷണം ആവട്ടെ, ഇനി ഏത് ധാന്യങ്ങളാണെങ്കിലും 1/4 ഒരു പോർഷൻ മാത്രം എടുക്കുക എന്നുള്ളത്. ഒരു പോർഷനിൽ പ്രോപ്പറായിട്ട് ഹെൽത്തി ഫാറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരു പോർഷനിൽ നമ്മൾ എടുക്കേണ്ടത് എന്തെങ്കിലും പ്രോട്ടീൻ സോഴ്സ് എടുക്കുക. അതുപോലെ തന്നെ വെജീസ് ഒരു പോർഷനിൽ എടുക്കുക എന്നുള്ളത്. നിർബന്ധമായിട്ടും എന്തെങ്കിലും സാലഡ്സ്, ഉപ്പേരികളൊക്കെ ആയിട്ട് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അത് ഏത് രൂപത്തിലാണെങ്കിലും ഏറ്റവും നല്ലത്. ഏറ്റവും കൂടുതൽ ഞാൻ പറയാറുള്ളത് കൂടുതലും നിങ്ങൾക്ക് കഴിക്കാൻ നല്ലത് വേവിച്ചിട്ടുള്ള പച്ചക്കറികൾ. അത് നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അത് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് പലപ്പോഴും ചീരയൊക്കെ പോലെയുള്ളത് എപ്പോഴും കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റും. 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഒന്നുകിൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ കോർട്ടിസോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഉറക്കം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ഇംബാലൻസ് ആവും. ഹോർമോൺ ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ PCOD പ്രശ്നം കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാനുണ്ട്. ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു മെഡിസിനും എടുക്കാതെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരുപാട് കേസസ് PCOD ഞാൻ ഒരു മെഡിക്കേഷൻസും കൊടുക്കാതെ റിവേഴ്സ് ചെയ്തിട്ടുള്ള കേസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ആവണമെങ്കിൽ നിങ്ങളും ഇതേപോലെ ഈ 3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.